ഹലോ ഗൈസ് മുത്തുമണീസ്. അപ്പോൾ നമ്മൾ ഇന്ന് 11ാമത്തെ നോമ്പിലേക്ക് എണീച്ചിരിക്കുകയാണ്. സമയം കൃത്യം 4:30 മണിയായിട്ടുണ്ടെന്ന്, കുറച്ച് നേരത്തെ കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ, അതായത് 11ാമത്തെ നോമ്പിലെ ഡേ മൈ ലൈഫ് എന്ന് പറയുന്ന ഡെയിലി വ്ളോഗിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പറഞ്ഞ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. 10K സബ്സ്ക്രിപ്ഷൻ ഇന്ന് നമുക്ക് തീരുന്നതിന് മുമ്പ് ആക്കി തരികയാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാ നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം എവിടെയാകും മുന്നേ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഈ നോമ്പിൻ്റെ 11ാമത്തെ നോമ്പിൻ്റെ വിശേഷത്തിലേക്ക് നിങ്ങൾ എല്ലാവരും പോകുന്നവളെ ചങ്കാളെ. അപ്പോൾ നമുക്ക് നേരെ പോവല്ലെന്നാ കമോ. കത്താതിന് ഈ ചൊച്ചമേളി കേൾക്കുന്നുണ്ട്. ആളുകൾ കണ്ട വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പരി പോലെ പോന്നോളൂ. അപ്പോൾ കേസ് അത്താഴത്തിന് ഈ സമയത്ത് നമ്മൾ മൊബൈലിൽ നിന്ന് ഗ്രൂപ്പ് നോക്കിയായിരുന്നു, ഫാമിലി ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ നമ്മുടെ മൂത്തപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. സുബഹിസ്കാരം കഴിഞ്ഞ് അങ്ങനെ ഒരു 6 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ റെഡിയായിട്ട് അങ്ങോട്ട് പോയി. കുറച്ച് അപ്പുറത്ത് ഒരു 20-25 കിലോമീറ്റർ അപ്പുറത്താണ് വീട്. അപ്പം എന്നാൽ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ എല്ലാവരും അവിടെ പോയി. കുടുംബത്തിൽ അപ്പുറത്ത് എല്ലാവരും വരുന്നത് കഞ്ഞുമ്മേളാമേക്കല്ലേ എന്താണ് മരിച്ചു വിട്ടിട്ടാം. അപ്പോൾ അവിടെ പോയി വന്ന് നേരം നമ്മൾ പിന്നെ കടയൊക്കെ പോയത്. ബാക്കി വിശേഷങ്ങൾ ഇതാ വരുന്നത്. ഇന്ന് ബീഫിൻ്റെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. റെസിപ്പി വേണ്ട ഒരു കമൻറ്റിൽ അറിയിച്ചാൽ റെസിപ്പി വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നോമ്പറക്കുമ്പോൾ കാണാട്ടാന്നാ കേസ്. അപ്പം നല്ല മഴ പെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മൾ ഒന്ന് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. കൈസ് തണ്ട റോഡൊക്കെ നനഞ്ഞ് കണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ചൂടൊക്കെ ഒന്ന് ക്ഷമിച്ചു. 11ാമത്തെ നോമ്പിൽ ഈ ദിവസം എങ്ങനെ വെച്ചെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ പോണത്? കുറേ ചെക്കന്മാരും ഞങ്ങളൊക്കെ പടകൂടി വന്നിട്ടുണ്ട്. ഒരു പറ്റ ആളുകളുണ്ട്. ഇത് ഇത്രയൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്തം ആരും ഏൽക്കുന്ന അറിയില്ല. ഒക്കെ അതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറുന്നുണ്ട്. വീഡിയോ കട്ടാക്കിയിട്ടാണ് അവർ ആട്ടാട്ടിയിട്ടുണ്ട് ഇറക്കാൻ കേസ്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ളത് 11ാമത്തെ നോമ്പിലാണ് നമ്മളിപ്പോൾ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ ചങ്കുകളും മൂത്തുമണീസും മല്ലേക്കൊന്നും അടിക്കാൻ മറക്കണ്ട. അതുപോലെ ഒരു കമൻറ്റിലൂടെ നമ്മുടെ വീഡിയോ രേഖപ്പെടുത്തുക. അപ്പം ഇനി ബാക്കി വീഡിയോ നമ്മൾ ഗിംബലോടെ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഇറങ്ങിയോ? നിങ്ങളെ കൊടുന്നൊക്കെ പനിയായി പോവോ? ഇങ്ങോട്ട് ഇറങ്ങിയോ? എന്താ അതിൻ്റെ മുകളിൽ പെടുന്ന് കാണാൻ പറ്റില്ല നിങ്ങൾക്ക്? ഇത്തരത്തിന് പെറുക്കിയിട്ട് ഞാൻ കൊന്നിക്കണം. എല്ലാവരും ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് കേട്ടോ മറ്റൊരു റെയിൽവേ ട്രാക്ക് ഉള്ളത്. ട്രാക്കിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം തീവണ്ടി വരുന്നുണ്ടോ എന്നുള്ള ഗെമ്പെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വരെ കിട്ടണില്ല. ഒരു പച്ച ലൈറ്റ് കത്തണുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ അവിടെ മതി. ഗൈസ് ഒരു ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അടുത്ത് പോയിട്ട് എടുക്കാൻ നടക്കൂല. ട്രെയിൻ കാണാത്തവരൊക്കെ കണ്ടോളേം. അത് പോലെ നേപ്പിലെ ഗൈസ് വേണ്ടി ഒരു ട്രെയിൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ നോക്കി നോക്കും മഴയാണ്, ഗെമ്പിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നല്ല ചാറ്റൽ മഴ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ട്രെയിനും കൂടി കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോകാൻ വിചാരിക്കും. ബാക്കിൽ നോക്കിയാൽ അതിമനോഹരമായ പാടാണ് കാണുന്നത് ഗൈസ്. ഇത് നമ്മൾ എവിടെയാണുള്ളത് അറിയുന്നവരൊന്ന് ഗസ് ചെയ്യണം. മരത്തിൻ്റെ ചൂട് കാണുന്നത് നമ്മുടെ നാട്ടുകാർക്ക് ഇത് മനസ്സിലാവും. ഇതുവഴി കുറച്ച് ആൾക്കാരൊക്കെ വരും. ഇത് പുഴയൊക്കെ ഉണ്ട് അപ്പുറത്ത്. അങ്ങോട്ടൊന്നും പോകണില്ല, പോയാൽ നനയും.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കണ്ടി നിൽക്കുന്നത്. അവിടെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു സാധനമുണ്ട്, കള്ള് ഷോപ്പ്. എവിടെ കള്ള് ഷോപ്പ്? ആ മരത്തിൻ്റെ ചുവട്ട് കള്ള് ഷോപ്പുണ്ട്. അപ്പം അങ്ങനത്തെ പാടത്തിൻ്റെ അടുത്ത് കെട്ടിപ്പൊളി പാടം പാടശേഖരമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും ഗൈസ്. കാർ റോക്ക് ചെയ്യുന്നു. Sorry ass DJ. You can get some. എന്ന് ചനക്കത്തൂർ പൂരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് പുഴൻ്റെ അവിടെ വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ട് അറിയിരിക്കാൻ വേണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലീസ് വന്ന് പോയി. ഇതിപ്പോൾ എക്സസൈസ് വന്നിട്ട് എക്സൈസിൻ്റെ ആൾക്കാർ വന്നിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സൈസ് വണ്ടി. അപ്പോൾ ഞങ്ങളോട് അങ്ങനെ എന്താ ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചു. കുട്ടികളെ കണ്ടുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഞാൻ ഒറ്റ കാണിച്ച് ഇങ്ങനെ പിടിച്ചോണ്ടായിരുന്നു. ഇപ്പോൾ ഗൈസ് ഈ ചെറുക്കന്മാർ പറഞ്ഞ കേൾക്കൂല, ഇങ്ങോട്ട് ഇറങ്ങി വരികടാ ഗൈസ്. അപ്പോൾ ട്രെയിനൊന്നും കാണാനില്ല. നോമ്പ് തുറക്കാനുള്ള സമയം ഇവിടെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോയാലോ? എന്നാൽ പോന്നോളി. ഇന്നത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ കാര്യങ്ങൾ എന്നുള്ളത് നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളിലേക്ക് കമാം. അപ്പോൾ ഗൈസ് തീവണ്ടിയൊക്കെ കണ്ട് തിരിച്ചെത്തിയപ്പോഴത്തേനും നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സ്പെഷ്യൽ സമൂസ, നോമ്പ് തുറക്കാനുള്ള കടി സമൂസയും കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ പതിവ് പോലെ തന്നെ തണ്ണിമത്തൻ ജ്യൂസ്, ലൈം ജ്യൂസ്, പിന്നെ സാധാ വെള്ളം, ഈത്തപ്പഴം, ഇതൊക്കെ തന്നെയാണ് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചെത്തുമ്പോഴത്തേനും സമയം ഒരു കറക്റ്റായിരുന്നു. അപ്പോൾ ഒരു തിരക്ക് പിടിച്ചൊരു വീഡിയോസുകളായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണം കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് പാടിനെ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്ന ഒരു ബീഫ് കറിയും പുട്ടുമായിരുന്നത്. നമ്മുടെ നാട്ടിൽ കുറ്റിപ്പുട്ട് എന്നൊക്കെ പറയും. പുട്ട്, ബീഫ് വരട്ടും, രക്ഷയില്ലാത്തൊരു ബീഫ് വരുന്ന സ്പെഷ്യൽ റെസിപ്പിയാണ്. വേണ്ടവർ നമ്മുടെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. പിന്നെ ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയതുകൊണ്ട് ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ വേറെ എടുക്കണമെന്ന് പോകുന്നില്ല നമ്മൾ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാ സപ്പോർട്ടിനോട് തണ്ടാം. ഞാൻ എന്താ നോക്കി നോക്കി ബീഫ് ഒരു രക്ഷയില്ല, ടേസ്റ്റ് സൂപ്പറാണ്. ഉണ്ടാക്കുന്ന റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ. അതിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം നാളത്തെ 12ാമത്തെ നോമ്പിൽ. 12-13 നോമ്പ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.